പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, DLEDൻ്റെ 2ാം സെമസ്റ്ററിൽപ്പെട്ട തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന പേപ്പറിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ യൂണിറ്റ് 1 മൾട്ടിലിംഗ്വലിസം ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് ബഹുഭാഷാ രീതിയും അതിനനുസരിച്ചുള്ള ഭാഷാ അധ്യാപനവും. ബഹുഭാഷാ രീതി അനുസരിച്ച് എങ്ങനെയാണ് ഒരു ഭാഷ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, എങ്ങനെ പഠിപ്പിക്കുന്നു എന്നതാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ ടോപ്പിക്കിലൂടെ ഉദ്ദേശിക്കുന്നത്, the trainees are expected to design learning activities suited to multilingual classroom and simulate the activities എന്ന കാര്യമാണ്. അതായത് ഒരു ബഹുഭാഷാ രീതി അനുസരിച്ചുള്ള ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഭാഷയെ കൈകാര്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ അത് കൈകാര്യം ചെയ്യുക മാത്രമല്ല അതിന് ഉപയുക്തമാകുന്ന ഒരു കുറേ കാര്യങ്ങൾ സിമുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മീൻസ് അനുകരിച്ച് അത് ഉണ്ട് എന്ന ഭാവത്തിൽ ക്ലാസ്സുകൾ എടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള മേജർ കൺസെപ്റ്റ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രധാന ആശയങ്ങൾ ഈ അധ്യായത്തിൽ നമ്മൾ കടന്നു പോകുന്നത്, ഒന്ന്, എന്താണ് മൾട്ടിലിംഗ്വലിസം, ബഹുഭാഷാ രീതി എന്താണ് എന്നുള്ളതാണ്. 2, ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസ്, നാഷണൽ കൺസിഡറേഷൻസ്, ദ പ്രസൻറ്റ് പെർസ്പെക്റ്റീവ്, അതായത് ചരിത്രപരമായും രാഷ്ട്രീയമായുമുള്ള സാധ്യതകൾ, അതുപോലെ രാജ്യത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് നമ്മുടെ ക്ലാസ് റൂമിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഒരു സാമൂഹ്യ പരസ്പര ആശ്രയത്വം എന്ന് വേണമെങ്കിൽ പറയാം. മൊബിലിറ്റി ആൻഡ് സോഷ്യൽ കോഹിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ജോലി സംബന്ധിച്ചും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുമൊക്കെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് താമസം മാറുന്നുണ്ട്. അതുപോലെ വ്യത്യസ്ത സാമൂഹിക വൈജ്ഞാനിക തലങ്ങളിലുള്ള ആളുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടും സഹായിച്ചും അഥവാ കൊടുത്തും വാങ്ങിയുമാണ് ജീവിക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇംഗ്ലീഷ് പഠനം അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത്. 3ാമത്തെ കാര്യം, എക്സ്പെക്റ്റേഷൻസ് ആൻഡ് അവെയർനെസ് ഓഫ് ലേണേഴ്സ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, അതായത് വിദ്യാർത്ഥികളുടെ ഭാഷാശേഷികൾ, അവരുടെ സാംസ്കാരിക പശ്ചാത്തലം, ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കിയാലാണല്ലോ നമുക്കത് എങ്ങനെ അവരോട് ഇൻറ്ററാക്ട് ചെയ്യണമെന്ന് മനസ്സിലാവുക. 4ാമത്തെ കാര്യം, ഇഷ്യൂസ് ഓഫ് ലേണിംഗ് ഇൻ മൾട്ടിലിംഗ്വൽ സിറ്റുവേഷൻസ്, ഒരു ബഹുഭാഷാ രീതിയിൽ പഠനം എങ്ങനെ നടത്താം ഭംഗിയായി എന്നുള്ളത്. മറ്റൊന്ന്, സോഷ്യൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ പോയിൻറ്റ്സ് ഓഫ് വ്യൂ, home languages, multilingual social interaction,
ആൻഡ് ലാംഗ്വേജസ് ഓഫ് സ്കൂളിംഗ്, കോഡ് സ്വിച്ചിങ്, ഇത്രയും കാര്യങ്ങൾ. അതായത് വീട്ടിലെ ഭാഷ, അതായത് കുട്ടികളുടെ പ്രത്യേകിച്ച് LP UP ക്ലാസ്സുകളിലെ കുട്ടികളാകുമ്പോൾ വീട്ടിലെ ഭാഷ പ്രാദേശിക ഭാഷയായിരിക്കും. അതാത് പ്രദേശത്തെ, പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ മലയാളമായിരിക്കും. അപ്പോൾ ആ മലയാളം മാതൃഭാഷയായിട്ടുള്ള കുട്ടിയെ നമ്മളെങ്ങനെയാണ് ഒരു സെക്കൻഡ് ലാംഗ്വേജിലേക്ക്, രണ്ടാമത്തെ ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷിലേക്ക് എങ്ങനെ കൊണ്ടുവരും? അതിൻ്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, അതുപോലെ കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഭാഷാ പഠന ബോധന രീതിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മലയാളം പറഞ്ഞിട്ട് അല്ലെങ്കിൽ മലയാളം ബന്ധപ്പെട്ട ഒരു വാക്ക് ആ മലയാളത്തിൽ പറയുന്നു, അത് തന്നെ ഇംഗ്ലീഷിൽ പറയുന്നു. അപ്പോൾ മാങ്ങയെ കാണിക്കുകയും, അതുപോലെ മാങ്ങ എന്ന് പറയും മാംഗോ എന്നും. അപ്പോൾ മാംഗോ എന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്ന കുട്ടിക്ക് മനസ്സിലാവും മാങ്ങയാണ് ഉദ്ദേശിക്കുന്നത്. മാംഗോ എന്ന വാക്ക് മാങ്ങയെ ഉദ്ദേശിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് എന്നവന് ചിത്രം കൊണ്ടോ വസ്തു കൊണ്ടോ അതുപോലെ തന്നെ നമ്മുടെ വെർബൽ സൗണ്ട് കൊണ്ടും ഒക്കെ മനസ്സിലാവും. അത്തരത്തിൽ കോഡ് സ്വിച്ചിങ് എങ്ങനെയാണ് ഭാഷാ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. അടുത്ത കാര്യം കൾച്ചറൽ ആസ്പെക്ട്സ്, അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം. ലിറ്റററി പ്രൊഡക്ഷൻസ്, സാഹിത്യ സംബന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം ഈ കാര്യത്തിന്. അതുപോലെ ഇക്കണോമിക് നെസസിറ്റി, എംപ്ലോയ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, അതായത് ജോലി സംബന്ധമായിട്ടും അതുപോലെ ആശയവിനിമയ രംഗത്തുമൊക്കെ ഇത് എത്രമാത്രം ഈ ഇംഗ്ലീഷ് പഠനം എത്രമാത്രം പ്രധാനമാണ് തിരിച്ചറിയുക. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം മൾട്ടിലിംഗ്വലിസം. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇത് മൾട്ടിലിംഗ്വലിസം, ബഹുഭാഷാ രീതി എന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതർത്ഥത്തിലാണ്? നമ്മൾ പറയുകയും എഴുതുകയും കേൾക്കുകയും ചെയ്യുന്നത് ഏതർത്ഥത്തിലാണ് എന്നുള്ളത്. മൾട്ടിലിംഗ്വലിസം can be defined as an occurrence regarding an individual speaker who uses 2 or more languages എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുങ്ങിയ ഡെഫിനിഷൻ. എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ ഭാഷ നമ്മൾ പ്രയോഗിക്കുന്നതിനെയാണ് ബഹുഭാഷാ രീതി എന്ന് പറയുന്നത്. അത് വെർബലായിട്ടായാലും എഴുത്ത് രൂപത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും 2 അതിലധികമോ ഭാഷയെ ഭാഷ പ്രയോഗിക്കുന്നതാണ് ബഹുഭാഷാ രീതി. നമ്മളിവിടെ ഒന്നിലധികം ഭാഷ കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പ്രസക്തമാകുന്നത്. അപ്പോൾ മൾട്ടിലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ അതാണ് 2 അതിൽ കൂടുതലോ ഭാഷ കൈകാര്യം ചെയ്യുക എന്നാണ് മൾട്ടിലിംഗ്വലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Children acquire and use mother tongue from their infancy. കുട്ടികൾ അവരുടെ ശൈശവ ദശ മുതൽ വളരെ ചെറിയ പ്രായം മുതൽ മാതൃഭാഷയാണ് ഉപയോഗിക്കുന്നത്. They learn languages other than mother tongue as a part of formal schooling. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാതൃഭാഷ അല്ലാതെയുള്ള ഭാഷകൾ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, മറ്റേതെങ്കിലും ഭാഷ, അതായത് അറബിയോ
ഉറുദു പോലെയുള്ള അല്ലെങ്കിൽ സംസ്കൃതം പോലെയുള്ള ഭാഷകളൊക്കെ പഠിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. മൾട്ടിലിംഗ്വലിസം ഈസ് ബേസിക്കലി നീഡഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ across the linguistically diverse speech communities. പല ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ആശയവിനിമയത്തിന് ഈ ബഹുഭാഷാ രീതി അത്യാവശ്യം. ഇന്ത്യയാണെങ്കിൽ അത്തരത്തിൽ ഭാഷാ വൈപുല്യത്തിൻ്റെ പേരിൽ വളരെ പ്രസിദ്ധമാണല്ലോ. ഇന്ത്യയിൽ അനേകം ഭാഷകൾ, പ്രാദേശിക ഭാഷകളുണ്ട്, മാതൃഭാഷകൾ. പല സ്ഥലത്തും പല പല മാതൃഭാഷകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന തരത്തിൽ ഇംഗ്ലീഷിന് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൾട്ടിലിംഗ്വലിസം ഈസ് എ നെസസിറ്റി അക്രോസ് ദ വേൾഡ് ഡ്യൂ ടു globalization and wider cultural transmission. ഈ ബഹുഭാഷാ രീതി ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് കൂടി വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വികാസം കൊണ്ട് ദൂരവും സമയവും ഒക്കെ പതുക്കെ അപ്രസക്തമാകുന്ന ഒരു കാലമാണല്ലോ. അപ്പം അതുകൊണ്ട് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുമായിട്ട്, വിവിധ സാംസ്കാരിക പശ്ചാത്തലമുള്ള ആളുകളുമായിട്ട് നമുക്ക് തൊഴിലിൻ്റെയോ മറ്റെന്തെങ്കിലും ജീവിതാവശ്യങ്ങളുടെയൊക്കെ പേരിൽ ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടണമെങ്കിൽ നമുക്കൊരു കണക്ഷൻ ലാംഗ്വേജ് വേണം, ഒരു ലിങ്ക് ലാംഗ്വേജ് വേണം. അതിനിപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്, ലിങ്ക് ലാംഗ്വേജ് എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്. ഓഫ് കോഴ്സ് മൾട്ടിലിംഗ്വലിസം ഈസ് ഓൾവേസ് എ ചലഞ്ച് ടു സ്റ്റുഡൻസ്. എങ്ങനെ ആവശ്യകതയൊക്കെ എങ്ങനെയുണ്ടെങ്കിലും കുട്ടികളെ സംബന്ധിച്ച്, നമ്മുടെ മുന്നിലെത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ബഹുഭാഷാ രീതി അവർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അവർക്കറിയാവുന്ന ഭാഷ കൂടാതെ പുതിയൊരു ഭാഷ പഠിക്കേണ്ടി വരിക എന്നുള്ള ഒരു പ്രയാസമാണ് കുട്ടികൾ നേരിടുന്നത്. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രയാസങ്ങളെ നമ്മളൊന്ന് മനസ്സിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിരുന്നപ്പോൾ നാം ഫേസ് ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ നേരിടുന്നത്. എംപതറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും. അതുപോലെ go through the notes given below. There are around 6,000 languages spoken in the world. The existence of all these languages side by side resulted in multilingualism. ലോകത്തിൽ ഏതാണ്ട് 6,000-ഓളം ഭാഷകൾ സംസാരിക്കപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ബഹുഭാഷാ രീതിയുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ. കാരണം ഈ മനുഷ്യരുമായിട്ട് ഈ ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിലെ മനുഷ്യരുമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമുക്ക് ഒരു ലിങ്ക് വേണമെങ്കിൽ ഒരു ലിങ്ക് ലാംഗ്വേജ് വേണം. മൾട്ടിലിംഗ്വലിസം ഹാസ് വേരിയസ് അഡ്വാൻറ്റേജസ്. ലെറ്റ്സ് സീ. ബഹുഭാഷാ രീതിക്ക് ചില മെച്ചങ്ങളുണ്ട്, ചില പ്രയോജനങ്ങളുണ്ട്. അതുകൊണ്ട് ധാരാളമുണ്ട്. അതിൽ കുറച്ചെണ്ണം നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ആക്സസിബിലിറ്റി ടു നോ അതർ കൾച്ചേഴ്സ്. മറ്റ് സംസ്കാരങ്ങളെ അടുത്തറിയാൻ ബഹുഭാഷാ രീതി സഹായിക്കും. മറ്റു സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഈ 6,000 ഏകദേശം 6,000 വ്യത്യസ്ത ഭാഷകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതിലധികം
വ്യത്യസ്ത സംസ്കാരങ്ങളുമുണ്ട്. അപ്പോൾ അതിനടുത്തറിയാൻ ഇത് ഈ ബഹുഭാഷാ രീതി സഹായിക്കും. അഥവാ പ്രധാനമായിട്ട് ഒരു ലിങ്ക് ലാംഗ്വേജ് സഹായിക്കും. എനേബിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഗ്രൂപ്പ്സ്. വിവിധ സാംസ്കാരിക ഭാഷ വിഭാഗങ്ങളായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താനായിട്ട് ആവശ്യമുണ്ട്. പ്രൊമോട്ട്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഗ്ലോബലി. ലോകം മൊത്തം നമ്മൾ കണ്ടാൽ, ലോകത്തെ കണ്ടുകൊണ്ട് പറഞ്ഞാൽ ജോലി സാധ്യതയ്ക്ക് ഇതാവശ്യമുണ്ട്. എൻഹാൻസസ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്. കുട്ടിയുടെ ഭാഷാശേഷിയെ ഈ ബഹുഭാഷാ രീതി വർദ്ധിപ്പിക്കും, മികവുള്ളതാക്കും. കാരണം ബഹുഭാഷാ രീതി ഒന്നിലധികം ഭാഷ പഠിക്കുന്നതിലൂടെ അവൻ്റെ മാതൃഭാഷയിലുള്ള അവൻ്റെ കഴിവ് കൂടി വർദ്ധിക്കും. യഥാർത്ഥത്തിൽ എ ബ്രോഡ് വേൾഡ് വ്യൂ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ. ബ്രോഡ് വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ലോകത്തെ സംബന്ധിച്ച് കുറേ കൂടി വിപുലമായ അഥവാ ഒരു സമഗ്രമായ കാഴ്ചപ്പാട് കുട്ടിക്കുണ്ടാകാൻ സഹായിക്കും. ഇപ്പോൾ മലയാളം മാത്രം അറിയുന്ന കുട്ടിയെ സംബന്ധിച്ച് മലയാളത്തിലെ സാഹിത്യം, മലയാളത്തിലെ അനുഭവങ്ങൾ, മലയാള വാക്കുകൾ, മലയാളം അറിയുന്ന സ്ഥലങ്ങളിലൂടെ മാത്രമേ അവന് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാനും ഇടപെടാനും കഴിയുള്ളൂ. മറ്റു ഭാഷ കൂടെ അറിയുന്ന ആളെ സംബന്ധിച്ച് മറ്റു പല സംസ്കാരങ്ങളും മറ്റു പല പ്രദേശങ്ങളും മറ്റ് പല പല കാര്യങ്ങൾ, കലാ, സാഹിത്യ, ആഹാര രീതികളൊക്കെ അറിയാൻ പറ്റും. അടുത്ത ടോപ്പിക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക് ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് എന്നതാണ്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് വൈഡ്ലി എക്സ്പോസ്ഡ് ടു അവർ കൺട്രി ഡ്യൂ ടു ദ ബ്രിട്ടീഷ് ഇൻവേഷൻ. ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ വന്നതോടുകൂടിയാണ് ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യയിൽ കൂടുതൽ പ്രചാരത്തിലാവാൻ തുടങ്ങി. ഇറ്റ് ഗെയിൻഡ് റൂട്ട്സ് ഇൻ ഇന്ത്യ ഓൺലി ബിക്കോസ് ഓഫ് ദി എഡ്യൂക്കേഷണൽ പോളിസീസ് ഓഫ് ലോർഡ് മെക്കാളെ. മെക്കാളെ പ്രഭു ആണ് ഈ ഇംഗ്ലീഷ് ഇന്ത്യയിൽ ഇത്രയും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത് മെക്കാളെയാണ്. അപ്പോൾ മെക്കാളയുടെ വിദ്യാഭ്യാസ നയങ്ങളാണ് ഇന്ത്യയിൽ അതിന് വേരോട്ടമുണ്ടായത്. ഇംഗ്ലീഷ് വാസ് ദ ലാംഗ്വേജ് ഓഫ് ദ റൂളേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ആസ് എ കൊളോണിയൽ സബ്ജക്റ്റ് ഇന്ത്യൻസ് ഹാഡ് നോ അതർ ചോയ്സ് ബട്ട് ടു ലേൺ ഇംഗ്ലീഷ്. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരത്തിലെത്തിയതോടുകൂടി, ഇന്ത്യ പിടിച്ചടക്കിയതോടുകൂടി, ഇന്ത്യ കീഴടക്കിയതോടുകൂടി അതൊരു അധികാരത്തിൻ്റെ ഭാഷയായിട്ട് മാറി. അപ്പോൾ അധികാരവുമായി ബന്ധപ്പെട്ട, ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഇംഗ്ലീഷില്ലാതെ നിവൃത്തിയില്ല എന്ന ഒരു സ്ഥിതിയായി. In this way, the language started to gain roots in India. ഇങ്ങനെ ഇംഗ്ലീഷ് ഇന്ത്യയിൽ പ്രാധാന്യം നേടാൻ തുടങ്ങി. Then the middle class people educated and aspired their education in English. കാരണം ഇങ്ങനെ വന്നപ്പോൾ ഒരു മിഡിൽ ക്ലാസ്, സമൂഹത്തിലെ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ ഇംഗ്ലീഷിനോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും ഇംഗ്ലീഷിന് വേണ്ടി സംസാരിക്കുകയും അങ്ങനെ അവർ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും തുടങ്ങി. ദ കപ്പാസിറ്റി ടു സ്പീക്ക് ആൻഡ് റൈറ്റ് ഇംഗ്ലീഷ് എനേബിൾസ് ദം ഫോർ lucrative post under government which provide decent income and important status in the society. ഇംഗ്ലീഷ് പറയാനും വായിക്കാനും കേട്ടാൽ മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുണ്ടെങ്കിൽ നല്ല വരുമാനമുള്ള നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നതും
അവരെ അതിലേക്ക് ഇംഗ്ലീഷിലേക്ക് നയിക്കാൻ കാരണമായി. ഇംഗ്ലീഷ് കൂടുതൽ പ്രചാരം ഉണ്ടാവാൻ ഇന്ത്യയിൽ പ്രചരിക്കാൻ കാരണമായി. ദി contention of Lord Macaulay was that the study of English could be beneficial to those Indians who were pursuing higher studies in their Arabic and Sanskrit എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോർഡ് മക്കാളെ പ്രഭുവിൻ്റെ വാദം ഈ അറബി, സംസ്കൃതം മുതലായ ഭാഷകൾ പഠിക്കാനും ഉപരി പഠനത്തിനുമൊക്കെ ഇംഗ്ലീഷ് ഭാഷാ പഠനം സഹായിക്കും എന്നതായിരുന്നു മെക്കാളയുടെ ഒരു വാദം. യഥാർത്ഥത്തിൽ അതൊരു വാദം മാത്രമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം, ശരിക്കുമുള്ള ലക്ഷ്യം, ഇംഗ്ലീഷ് ഭരണത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഇന്ത്യയിൽ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ഇംഗ്ലീഷുകാർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ഭാഷ നമ്മൾ ആർജിക്കുന്നതിലൂടെ ആ ഭാഷയിലൂടെ ഒരു സംസ്കാരവും ഒരു സ്വഭാവവും ഒരു ചിന്താരീതിയും ഒക്കെ നമ്മളിലേക്ക് അറിയാതെ എത്തിപ്പെടുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു പകുതി ഇംഗ്ലീഷുകാരായിട്ടുള്ള ഇന്ത്യക്കാരെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ മെക്കാളയുടെ ഉദ്ദേശ്യം. He pointed out that there was already an effective demand for English. ഒരു വലിയ ആവശ്യം, ഇംഗ്ലീഷ് പഠിച്ച ആളുകളുടെ വലിയൊരു ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് യഥാർത്ഥത്തിൽ അത്ര ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളെ അവർക്ക് ആവശ്യമായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിരുന്നു. By spreading English education, Macaulay wanted to spread English in India to create a group of Indians who could be made use mediators of communications between the English and the Indians. ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ളൊരു ഇടനിലക്കാർ, മീഡിയേറ്റേഴ്സായിട്ട് ഈ ഇംഗ്ലീഷ് പഠിച്ച ആളുകളെ പ്രയോജനപ്പെടുത്താം. ഗ്രാജുവലി ഇംഗ്ലീഷ് സ്പ്രെഡ് വൈഡർ ഇൻ ഇന്ത്യ. പതുക്കെ ഇംഗ്ലീഷ് ഇന്ത്യയിൽ കാര്യമായി പ്രചരിച്ചു. ത്രൂ വെർണക്കുലസ് were the natural media, English obtained primacy over all other languages in India. അങ്ങനെ ഇന്ത്യയിൽ മറ്റെല്ലാ ഭാഷകൾക്കും മുകളിൽ ഇംഗ്ലീഷിൻ്റെ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ ഇംഗ്ലീഷിന് കഴിഞ്ഞു. Thus a multilingual situation was emerged in India. അങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ബഹുഭാഷാ രീതി നിലവിൽ വന്നത്. കാരണം ബ്രിട്ടീഷുകാർ അധികാരിവർഗം, അധികാരമുള്ളവർ, ഭരണകൂടത്തിൻ്റെ ഭാഷ എന്ന തരത്തിൽ ഇംഗ്ലീഷ് ഇന്ത്യക്കാർ മുഴുവൻ അറിയേണ്ട ഒരു സാഹചര്യം. അത് അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിന് മേൽക്കൈ ഉണ്ടായി. ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് റോൾ ഓഫ് ഫോറിൻ ലാംഗ്വേജ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ടോപ്പിക്. ഇന്ത്യയിൽ ഒരു വിദേശ ഭാഷയുടെ പങ്ക്. The popularity of foreign language in Indian curriculum is going high. ഇന്ത്യയിലെ കരിക്കുലത്തിൽ, പാഠ്യപദ്ധതിയിൽ വിദേശ ഭാഷയ്ക്കുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. Students and parents seek a global connection to their education. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ലോകവുമായി ഒരു ഗ്ലോബൽ കണക്ഷൻ, വിദ്യാഭ്യാസത്തിനൊരു ലോക ബന്ധം, ലോക നിലവാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്തരത്തിൽ ബന്ധം ആഗ്രഹിക്കുന്നു. However, if one has to move abroad for a year or two for a course in a foreign language, most find it unaffordable or unmanageable. 1-2 കൊല്ലം വിദേശത്ത് പോയി വിദേശ ഭാഷ പഠിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാം
എന്ന് കരുതിയാൽ അത് സാധാരണക്കാർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ചെലവായിരിക്കില്ല അതുവഴി ഉണ്ടാകുന്നത്. On the international platform, various global programs targeted at language and cultural exchanges are popular, and many nations, education institutes and students take advantage of them. ഇത്തരത്തിൽ ഈ ഇംഗ്ലീഷ് പഠിക്കാനും പരിചയപ്പെടാനും അതിന് ഫ്ലുവൻസി ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പല സ്ഥാപനങ്ങളും ശ്രമിക്കുന്നുണ്ട്, ചിലത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഹവർ ലാക്ക് ഓഫ് പ്രോപ്പർ ഡൊമസ്റ്റിക് ഫെസിലിറ്റീസ് കോസസ് മെനി ഡിഫിക്കൽട്ടീസ്. ഏതായാലും ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആവശ്യമായ സൗകര്യം ഇല്ലെങ്കിൽ അത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും. Some argue that learning of foreign languages should be an integral part of the Indian curriculum at all levels in public and private education sectors. ഒരു വിദേശ ഭാഷ പഠിക്കാനുള്ള സൗകര്യം ഇന്ത്യയിലെ പാഠ്യപദ്ധതിയുടെ ഒരു അനിവാര്യമായിട്ടുള്ള ഭാഗമാക്കണം, ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാക്കണം എന്ന് തന്നെയാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. അടുത്തത് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് അവയർനെസ് ഓഫ് ലേണേഴ്സ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ഈ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് അവയർനെസ് ഓഫ് ലേണേഴ്സ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ കാര്യത്തിൽ, ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, കുട്ടിയെ അറിയുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ആ കുട്ടിക്ക് ഒരു എന്ത് കാര്യമാണെങ്കിലും, ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിലും അത് അവർക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പഠിതാവിൻ്റെ ഭാഷാശേഷി, അതുപോലെ അവരുടെ സാംസ്കാരിക പശ്ചാത്തലം, അതായത് കുട്ടിയുടെ ഭാഷാശേഷി അല്ലെങ്കിൽ ഭാഷാ നിലവാരം, അവൻ്റെ സാംസ്കാരിക പശ്ചാത്തലം, ഇത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ കുട്ടിയിലേക്ക് ഇംഗ്ലീഷ് ഭാഷയായാലും ഏത് കാര്യമാണെങ്കിലും നമുക്ക് കൺവേ ചെയ്യാനായിട്ട് കഴിയും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ കുട്ടിയെ പഠിക്കണം ആദ്യമായിട്ട്, കുട്ടിയുടെ ഭാഷാശേഷി, കുട്ടിയുടെ സാംസ്കാരിക പശ്ചാത്തലം, ഇത് അറിയാതെ നമുക്ക് ഒരു ബഹുഭാഷാ രീതി, എസ്പെഷ്യലി ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന നിലയ്ക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയില്ല. അടുത്ത ടോപ്പിക്ക് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇൻ ദി മൾട്ടി ലിംഗ്വൽ സിറ്റുവേഷൻസ്. അതായത് ബഹുഭാഷാ രീതി നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, ക്ലാസ് മുറിയിലും മറ്റും ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ദി മൾട്ടിലിംഗ്വൽ സിറ്റുവേഷൻ ഈസ് എ ക്രൂഷ്യൽ പ്രോബ്ലം ഇൻ അവർ ക്ലാസ് റൂംസ്. ബഹുഭാഷാ രീതി ക്ലാസ്സിലൊരു വലിയ പ്രശ്നമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മാതൃഭാഷ മാത്രം അറിഞ്ഞു വരുന്ന കുട്ടിയെ സംബന്ധിച്ച് വേറൊരു ഭാഷ പഠിക്കേണ്ടി വരുന്നത് വലിയൊരു പ്രയാസമുണ്ടാകും. The prospective teachers should develop transactional skills in addressing this issue of multilingualism. The children naturally think in their mother tongue. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കുട്ടികൾ അവരുടെ മാതൃഭാഷയിലാവും ചിന്തിക്കുക. മാതൃഭാഷയിൽ എങ്ങനെയാണ് ചിന്തിക്കുക, മാതൃഭാഷയിൽ പറയാനും മാതൃഭാഷയിൽ എഴുതാനും ഒക്കെ ഇല്ലേ പറ്റുള്ളൂ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. അങ്ങനെയല്ല, ഏത് മനുഷ്യനും അവൻ്റെ മാതൃഭാഷയിലാണ് ചിന്തിക്കുന്നത് പോലും. പറയുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത് പിന്നീടുള്ള കാര്യമാണ്. ചിന്ത പോലും മാതൃഭാഷയിലാണ്. എന്ന് പറഞ്ഞാൽ ഭാഷയും
അവൻ്റെ 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 അവനറിയാവുന്ന വസ്തുക്കൾ, സംഭവങ്ങൾ, സന്ദർഭങ്ങൾ എല്ലാം ഭാഷയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുള്ളതാണ്. അങ്ങനെ അത്തരത്തിലാണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയും. They develop visual image for each object or word through their mother tongue. കുട്ടി അവൻ്റെ മാതൃഭാഷയിലാണ് they develop visual image for each object or word through their mother tongue. മാതൃഭാഷയിൽ ആണ് അവൻ്റെ ഓരോ വസ്തുവിനെ സംബന്ധിച്ചും മറ്റുമുള്ള ഒരു ഇമേജ് അവൻ്റെ മനസ്സിലുണ്ടാവുക. യൂഷ്വലി ചിൽഡ്രൻ മേ ഷോ റിലക്റ്റൻസ് ടുവേർഡ്സ് അതർ ലാംഗ്വേജസ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മടി, വിമുഖത. അപ്പോൾ മറ്റു ഭാഷകൾ പഠിക്കാൻ കുട്ടികൾ സ്വാഭാവികമായിട്ട് മടി കാണിക്കും. അത് തന്നെയാണ് നാം നേരിടുന്ന അധ്യാപകൻ എന്ന നിലയ്ക്ക് നാം ക്ലാസ്സിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളി. ഇൻ കേരള, the percentage of enrollment to primary classes is almost 100%. എല്ലാ കുട്ടികളും 1ാം ക്ലാസ്സിൽ വന്നു ചേരുന്നുണ്ട് കേരളത്തിൽ. The children use mother tongue for communication. അവർ ആശയവിനിമയത്തിന് മാതൃഭാഷയാണ്, മലയാളമാണ് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത്. As the home is the first school of the child, mother tongue is very influential when he begins to learn other languages. മറ്റ് ഭാഷകൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ, മറ്റേത് ഭാഷയും, അത് മാതൃഭാഷ അല്ലാത്ത മറ്റേത് ഭാഷ പഠിക്കാൻ തുടങ്ങുമ്പോഴും ഈ മാതൃഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ശേഷിയാണ്. ഇൻ ദിസ് സിറ്റുവേഷൻ the child may feel a conflict between the mother tongue and other languages. സ്വാഭാവികമായിട്ട് അത് സൂചിപ്പിച്ചതുപോലെ അവനൊരു വലിയ പ്രയാസത്തിലാവും. മാതൃഭാഷയും പിന്നെ ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ള മാതൃഭാഷയും ഇപ്പോൾ പുതിയതായിട്ട് അധ്യാപകൻ പഠിപ്പിക്കുന്ന പുതിയൊരു ഭാഷയും തമ്മിലുള്ള ഒരു വലിയ സംഘർഷം അവൻ ആ സംഘർഷം അനുഭവിക്കും. അത് ചിലരിൽ കൂടുതലായിരിക്കും. അവൻ്റെ സംഘർഷം കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് വേരിയബിളായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് വിൽ അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ പ്രോസസ് ഓഫ് അക്വയറിങ് അതർ ലാംഗ്വേജസ്. ഇത് ആണ് ഈ സെക്കൻഡ് ലാംഗ്വേജ്, 2ാം ഭാഷ അല്ലെങ്കിൽ 3ാം ഭാഷ, മറ്റു ഭാഷകൾ പഠിക്കുന്നതിന് ഉണ്ടാകാൻ പോകുന്ന ഒരു തടസ്സം. The knowledge of mother tongue enables a child to learn other languages more easily and effectively. മാതൃഭാഷ നന്നായിട്ട് അറിയാമെങ്കിൽ മറ്റു ഭാഷകൾ പഠിക്കാൻ കുറേ കൂടി എളുപ്പമായിരിക്കും. മാതൃഭാഷയിലെ ശേഷി, ഒരു കുട്ടിക്ക് മാതൃഭാഷയിലുള്ള ശേഷി മറ്റ് ഭാഷകൾക്ക് കൂടി പ്രയോജനപ്പെടുന്നു. ശേഷി കൂടുതലാണെങ്കിൽ കൂടുതൽ അവന് നല്ലതാണ്. ശേഷി കുറവാണെങ്കിൽ അത്രയും അവന് പ്രയാസം നേരിടും. Modern linguists strongly advocate that the language acquisition become more natural when it is used continuously. ആധുനിക ഭാഷാശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഭാഷാശേഷി ആർജിക്കാനായിട്ട് നല്ലത്. But as the child is more fluent in mother tongue, he always shows an urge to use mother tongue. കുട്ടി മാതൃഭാഷയിൽ വളരെ ഫ്ലുവൻ്റ് ആയതുകൊണ്ട് ആ ഭാഷ തന്നെ, മാതൃഭാഷ തന്നെ കൂടുതൽ ഉപയോഗിക്കാനാണ് അവൻ താല്പര്യപ്പെടുക. അങ്ങനെയാണ് അവൻ ഉപയോഗിക്കുക. The teachers have to translate each and every word into mother tongue. അധ്യാപകന് ഓരോരോ വാക്കും മദർ ടങ്ങിലേക്ക്, അവന് മാതൃഭാഷയിലേക്ക് മാറ്റി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ദിസ് ആക്സലറേറ്റ്സ് ദി അക്വിസിഷൻ ഓഫ് അതർ ലാംഗ്വേജസ്. ഇത് ഇങ്ങനെ പദാനുപത വിവർത്തനം, ഈ രണ്ടാമതൊരു ഭാഷ ആർജിക്കുന്നതിന്, രണ്ടാമതൊരു ഭാഷയിൽ ശേഷി ആർജിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാകും. പദാനുപത
വിവർത്തനമുണ്ടല്ലോ, അത് ഒരു ഭാഷാശേഷി ആർജിക്കുന്നത് സഹായകമല്ല. അതായത് പുതിയ ഏത് ഭാഷയാണോ പഠിക്കേണ്ടത് ആ ഭാഷയിൽ കൂടുതൽ പ്രയോഗങ്ങൾ, ഹിയറിങ്, അതുപോലെ സ്പീക്കിങ്, റൈറ്റിങ്, അതൊക്കെ ലേണിങ്, ഇതൊക്കെ ആ പുതിയ ഭാഷ ഏത് ഭാഷയിലാണോ പഠിക്കേണ്ടത് ആ ഭാഷയിൽ ഇതൊക്കെ കൂടുതൽ നടക്കണം. എന്നാൽ മാത്രമാണ് ആ ഭാഷയിലുള്ള നമ്മുടെ വൈദഗ്ധ്യം വളരുകയുള്ളൂ. In India, English is taught as a second language up to secondary level. ഇന്ത്യയിൽ നമ്മളിപ്പോഴത്തെ രീതി അനുസരിച്ച് സെക്കൻഡറി ലെവൽ വരെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകൾ വരെ നമ്മുടെ ഒന്നാം ഭാഷ മലയാളം, രണ്ടാം ഭാഷ ഇംഗ്ലീഷ്, അത്തരത്തിലാണ് പഠിപ്പിക്കപ്പെടുന്നത്. പിന്നെ ഹിന്ദി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഷകൾ മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാഷയൊക്കെ ആയിട്ട് നമ്മൾ എടുക്കും. The English classes should be the natural setting for English acquisition. ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അതിനൊരു പശ്ചാത്തലം കൂടി, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അതായത് പശ്ചാത്തലം കൂടി ഭംഗിയാവേണ്ടതുണ്ട്. പശ്ചാത്തലം കൂടി ശരിയായാലാണ് ആ ഭാഷാ സമ്പാദനം എളുപ്പത്തിലാവും. Since the learning environment is crucial, the English teachers should provide the language rich environment by judiciously using the print and visual media. അപ്പോൾ ആ എൻവയൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാട്, ക്ലാസ്സിൻ്റെ ചുറ്റുപാട്, നമ്മുടെ ക്ലാസ് റൂം, ചുരുക്കത്തിൽ ക്ലാസ് മുറിക്കുള്ളിലെങ്കിലും, ഇംഗ്ലീഷ് ക്ലാസ് മുറിയുടെ ഉള്ളിലെങ്കിലും ആ ഭാഷ ആർജിക്കുന്നതിന് അനുകൂലമായ അല്ലെങ്കിൽ യോജിക്കുന്ന ഒരു പരിസരം സെറ്റ് ചെയ്യാനായിട്ട് അധ്യാപകർ നമ്മൾ ശ്രദ്ധിക്കും. അതിപ്പോൾ പ്രിൻ്റ് മീഡിയ വഴിയായാലും മറ്റെന്തെങ്കിലും വിഷ്വൽസ്, ഓഡിയോ, വീഡിയോ വിഷ്വൽസ് വഴിയോ മറ്റോ ആയിട്ട്, അതുപോലെ ഒബ്ജക്റ്റ് വൈസ് ആണെങ്കിലും നിഷ്ഠമായിട്ടാണെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും അങ്ങനെ ഒരു പരിസരം സൃഷ്ടിക്കാനായിട്ട് കഴിയും. ദ ടീച്ചേഴ്സ് ഷുഡ് ഹാവ് ദ സ്കിൽ ആൻഡ് കോമ്പിറ്റൻസി ഇൻ ട്രാൻസ്ഫോമിങ് മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂംസ് ഫോർ ദി അക്വിസിഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ അങ്ങനെ അതിനൊരു കഴിവ്, അതിനൊരു കോമ്പിറ്റൻസി, ആ ഒരു പ്രാപ്തി നമ്മുടെ അധ്യാപകർ കാണിക്കണം, നമ്മൾ കാണിക്കണം. എന്നുവെച്ചാൽ ഈ ഇംഗ്ലീഷ് ക്ലാസ് റൂമിനെ അത്തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ, ഇംഗ്ലീഷ് ഭാഷ സ്വാംശീകരിക്കാൻ കുട്ടിയെ സഹായിക്കുന്ന തരത്തിൽ അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, ക്ലാസ്സിലെ അത്തരത്തിൽ അന്തരീക്ഷം ഉണ്ടാക്കാൻ കൂടി അധ്യാപകന് ശേഷിയുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ടോപ്പിക്ക് മൾട്ടിലിംഗ്വലിസം എ റിസോഴ്സ് ഫോർ ലാംഗ്വേജ് ലേണിംഗ് എന്നതാണ്. മൾട്ടിലിംഗ്വലിസം എ റിസോഴ്സ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്. ഭാഷ പഠിക്കുന്നതിന് ഈ ബഹുഭാഷാ രീതി വളരെ നല്ലതാണ് എന്നാണ് അതിൻ്റെ ആശയം. നേരത്തെ ജസ്റ്റ് പരാമർശിച്ചിട്ടുണ്ട്. Multilingual education helps children both to learn English and to maintain their home language. അവൻ്റെ സ്വന്തം ഭാഷ അഥവാ മാതൃഭാഷ നിലനിർത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൽ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ ബഹുഭാഷാ രീതി സഹായിക്കും. Both would benefit children's overall language and social development. രണ്ടും, അതായത് ഇപ്പോൾ മലയാളത്തിൻ്റെ കൂടെ ഇംഗ്ലീഷും കൂടി പഠിക്കുന്നത് ആ രണ്ട് ഭാഷകൾക്കും പരസ്പരം പ്രയോജനകരമാണ്. ഭാഷാശേഷി, ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ ഇംഗ്ലീഷ് ഭാഷാശേഷി മാത്രമല്ല, മലയാളത്തിലുള്ള ഭാഷാശേഷിയും
വർദ്ധിക്കും. The strong foundation in one language supports learning and academic achievement in another language. In addition to support the acquisition of English language skills, the English language learning അഥവാ ELL learning, children should maintain the home language, which is critical to maintain relationships with their families and communities. ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവൻ്റെ മാതൃഭാഷയെ വിട്ടുകളഞ്ഞാൽ, മാതൃഭാഷ മാത്രം വശമുള്ള അവൻ്റെ ഏറ്റവും അടുത്ത പരിസരം എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ആളുകൾ, നാട്ടുകാർ, ഇവരൊക്കെ ആയിട്ട് അവൻ്റെ റിലേഷൻ മോശമാകുമല്ലോ. അപ്പോൾ മാതൃഭാഷ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം രണ്ടാം ഭാഷ അല്ലെങ്കിൽ മൂന്നാം ഭാഷ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട ആശയം. പിന്നെ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഒരു കാര്യം, തിങ്ക് ഇറ്റ് ഓവർ. ഹൗ ക്യാൻ വി മേക്ക് ചിൽഡ്രൻ മെയിൻറ്റെയിൻ ദർ ഓറൽ ലാംഗ്വേജ് സ്കിൽസ് ഇൻ ഹോം ലാംഗ്വേജ്? How can we make children maintain their oral language skills in home language? പറഞ്ഞാൽ മാതൃഭാഷയിൽ അവൻ്റെ വെർബൽ കപ്പാസിറ്റി, പറയാനുള്ള വാചികമായിട്ടുള്ള ശേഷി എങ്ങനെയാണ് നിലനിർത്താൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഇനി അടുത്ത ടോപ്പിക്ക് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ എ മൾട്ടി ലിംഗ്വൽ ക്ലാസ് റൂം എന്നുള്ളതാണ്. ഒരു ബഹുഭാഷാ ക്ലാസ് മുറിയിൽ, മൾട്ടി ലിംഗ്വൽ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക? ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ചലഞ്ചിങ് ടു ടീച്ച് ഇൻ എ മൾട്ടി ലിംഗ്വൽ ക്ലാസ് റൂം. വൈൽ ടീച്ചിങ് സ്റ്റുഡൻസ് who have a limited understanding of the English language, teacher feels it as a difficult task. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് പ്രയാസമാണ്. കാരണം ഇംഗ്ലീഷിൽ കുട്ടിയുടെ ശേഷി ഏതാണ്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക്കാണ് അധ്യാപകനെ സംബന്ധിച്ച്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. However, there are certain unique challenges that the teacher faces in teaching in a multilingual classroom. അപ്പോൾ ഒരു ബഹുഭാഷാ ക്ലാസ് മുറിയിൽ അധ്യാപകൻ നേരിടേണ്ടി വരുന്ന വളരെ മൗലികമായ ചില വെല്ലുവിളികളുണ്ട്. Therefore, we must think of certain preparations from our part. അതുകൊണ്ട് നമ്മൾ ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Let's go through some tips to teach English in a multilingual situation. It will help us to make a design of activities which can be used to teach English in a multilingual classroom. അപ്പോൾ ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ അന്നേരം മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. ഒരു ബഹുഭാഷാ ക്ലാസ് മുറിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ നന്നായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അഥവാ നമ്മൾ വളരെ നന്നായി ഇൻറ്റേർണലൈസ് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു കുറേ ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ബോണ്ട് വിത്ത് യുവർ സ്റ്റുഡൻസ്. അതായത് കുട്ടികളുമായിട്ട് നല്ല ബന്ധം, കുട്ടികളുമായിട്ടുള്ള ബന്ധമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. Picture yourself as a newly admitted student in a class of
person who comes from a completely different place, has a different culture and speaks a completely different language. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്ന് പറയാം. Simply address students by name, greeting each student, physically getting down to their level. ഇതൊക്കെ ചില കാര്യങ്ങളാണ്. അതായത് കുട്ടികളുടെ നിലവാരത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അധ്യാപകൻ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഒരു ബഹുഭാഷാ ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ അത് ഭാഷ പഠിപ്പിക്കുന്നതിന് മാത്രമല്ല, ഏത് കാര്യം പഠിപ്പിക്കുന്നതിനും അവൻ്റെ കുട്ടിയുടെ നിലവാരത്തിലേക്ക് അധ്യാപകൻ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അതുപോലെ കുട്ടികളെ അവരുടെ പേര് ഉപയോഗിച്ച് വിളിക്കുക. പേര് വിളിച്ച് അവൻ്റെ തന്നെ സ്വന്തം പേര് പറഞ്ഞ് വിളിക്കുക. അതുപോലെ കുട്ടികളെ ഗ്രീറ്റ് ചെയ്യുക, വിഷ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്, ചെയ്യേണ്ടതുണ്ട്. Make a genuine effort to getting to know them well and go a long way in building strong relationships. അപ്പോൾ അവരെ നന്നായിട്ട് അറിയണം, കുട്ടികളെ നന്നായിട്ട് നാം അറിയേണ്ടതുണ്ട്. It's important to remember, kids don't learn from people that they don't like and respect. അതായത് കുട്ടികൾ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യാത്തവരിൽ നിന്ന് കുട്ടികളൊന്നും എടുക്കില്ല. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾ അവർ സ്നേഹിക്കുന്നവരിൽ നിന്നും അവർ ബഹുമാനിക്കുന്നവരിൽ നിന്നുമാണ് ആശയങ്ങൾ, വാക്കുകൾ, അതുപോലെ ഉപദേശങ്ങൾ, അതുപോലെ മാനറിസംസ്, രീതികൾ, വേഷം, രൂപം, അങ്ങനെ എല്ലാം ആ കുട്ടി ഇഷ്ടപ്പെടുകയാണ്. കുട്ടി നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നാം പറയുന്ന കാര്യങ്ങൾ കുട്ടി എളുപ്പത്തിൽ അബ്സോർവ് ചെയ്യും. അത് കുട്ടിക്ക് അനായാസമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികളെ നമ്മൾ അത്രമാത്രം അടുത്ത് നിർത്തുക. അത് ശാരീരികമായി ഭൗതികമായിട്ട് അടുത്ത് നിർത്തുന്ന കാര്യമല്ല. അത്രമാത്രം അവരുമായിട്ട് നമ്മൾ ഇഴുകി ചേർന്നാൽ മാത്രമാണ് നമ്മുടെ ടീച്ചിങ് അനായാസമായിട്ട് മാറും. അപ്പോൾ എത്രമാത്രം കൂടുതൽ കുട്ടികൾ അടുക്കുന്നു അത്രമാത്രം നമ്മുടെ ബോധന എളുപ്പം, നമ്മൾ പഠിപ്പിക്കൽ എളുപ്പമാണ്. രണ്ടാമത്തെ ടിപ്പ്, ക്രിയേറ്റ് എ സേഫ് ലേണിംഗ് എൻവയൺമെന്റ്. ഒരു സുരക്ഷിതമായിട്ടുള്ള പഠന അന്തരീക്ഷം ഒരുക്കുക എന്നതാണ്. സ്റ്റുഡൻസ് നീഡ് ടു ഫീൽ സേഫ് ആൻഡ് സെക്യൂർ ഇൻ ഓർഡർ ടു ഫുള്ളി എക്സ്പ്രസ് ദംസെൽവ്സ്. അതായത് കുട്ടിക്ക് സ്വയം പ്രകടിപ്പിക്കണമെങ്കിൽ പൂർണ്ണമായ രീതിയിൽ കുട്ടിയെ സ്വയം പ്രകടിപ്പിക്കണമെങ്കിൽ അവന് സുരക്ഷിതമായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലായാൽ മാത്രമേ കുട്ടി സെൽഫ് എക്സ്പ്രസ് ചെയ്യൂ, ശരിക്കും അവനെ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ കുട്ടികളെ അനാവശ്യമായിട്ട് കളിയാക്കുകയോ, പറഞ്ഞാൽ കളിയാക്കേണ്ട സാഹചര്യത്തിൽ പോലും വളരെ അബ്സേർഡായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള, വളരെ നിലവാരമില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ മണ്ടത്തരങ്ങളോ എന്തൊക്കെയാണെങ്കിൽ പോലും കുട്ടികളെ നമ്മൾ ഒരിടത്തിലും ഇകഴ്ത്തി കാണിക്കുകയല്ല, അവരെ കളിയാക്കുകയെ മണ്ടൻ, വിവരം കെട്ടവൻ എന്നൊക്കെ പറയുന്ന രീതിയിലല്ല. അവരെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും പോസിറ്റീവായിട്ട് മാത്രമേ
അവരോട് അപ്രോച്ച് ചെയ്യാവും. അപ്പോൾ നമ്മൾ ആ കുട്ടി ഞാൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും സേഫ് ആൻഡ് സെക്യൂർ ആണ് എന്ന് കുട്ടിക്ക് തോന്നണം. By creating a positive learning environment, not just physically but emotionally as well, students will be more willing to try new things and more importantly, practice their English language skills. അതായത് ശാരീരികമായിട്ട് നമ്മൾ സേഫാണ് എന്ന് മാത്രമല്ല, കുട്ടികൾ സേഫ് ആകണം എന്ന് മാത്രമല്ല, അതങ്ങനെ ആകണം. അതോടൊപ്പം തന്നെ വൈകാരികമായിട്ടും കുട്ടികൾ സേഫാണ്. അങ്ങനെ ഒരു ഗുഡ് ഫീലിംഗ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾ നിർഭയമായിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് ഭാഷാ ശേഷിയുടെ കാര്യത്തിൽ. അത് ഇംഗ്ലീഷ് ചിലപ്പോൾ അവൻ പറയുന്ന വാക്കുകളോ അല്ലെങ്കിൽ പ്രയോഗ രീതികളോ ഒക്കെ തെറ്റായിരിക്കും. പക്ഷെ എന്നാൽ പോലും അങ്ങനെ തെറ്റാണെങ്കിൽ തന്നെ അവനത് പറയണമെങ്കിൽ അവനൊരു സേഫ് ഫീലിംഗ് ഉണ്ടാകും. Correct errors with compassion. Students are bound to make mistakes. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്റ്റുഡൻസ് ആർ ബോൺ ടു മേക്ക് മിസ്റ്റേക്സ്. കുട്ടികൾ തെറ്റുവരുത്താനുള്ളവരാണ് എന്ന് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ തെറ്റുവരുത്താൻ പാടില്ലാത്ത ആളുകളല്ല കുട്ടികൾ. കുട്ടികളാണോ അവർ തെറ്റുവരുത്തൽ, അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുവരുത്തുക എന്നുള്ളത് സ്വാഭാവികം. അത്തരത്തിൽ നമ്മൾ അധ്യാപകൻ വളരെ ഉന്നതമായ ഒരു ബോധ നിലവാരത്തിൽ നിന്ന് കാര്യങ്ങൾ കാണേണ്ടത്, ഒരു കമ്പാഷൻ. അപ്പോൾ അങ്ങനെ തെറ്റുവരുത്തിക്കൊണ്ടാണ് അവർ പഠിക്കുന്നത്, അല്ലാതെ ശരി മാത്രം ചെയ്തുകൊണ്ടല്ല. എല്ലാ മനുഷ്യനും അങ്ങനെ തന്നെയാണ്. പുതിയ കാര്യങ്ങളൊക്കെ തെറ്റുവരുത്തിക്കൊണ്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. വീണുകൊണ്ടാണ് നമ്മൾ നടക്കാൻ പഠിക്കുന്നത് എന്നതുപോലെ. വീഴാതെ തന്നെ നടക്കണം എന്ന് നമ്മൾ ശഠിച്ചാൽ നടക്കാതിരിക്കുകയേ നിവൃത്തിയുണ്ടാവുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പരിമിതി. അപ്പോൾ കുട്ടികൾ തെറ്റുവരുത്തുന്നു എന്നുള്ളത് കൊണ്ട് അവനെ കളിയാക്കാനോ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അവൻ മണ്ടനാണെന്ന് വിധി എഴുതാനോ ഒന്നും നിൽക്കരുത്. അവൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് വലിയൊരു കാര്യമാണ്. അപ്പോൾ അവന് പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് strategies such as rewarding good work and effort are a great way to not only make students feel safe but also build a rapport with the teacher. എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യങ്ങൾക്ക്, അതായത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ശരിയായിട്ടുള്ള അഥവാ നല്ലതായിട്ടുള്ള ഒരു കാര്യത്തിന് റിവാർഡ് ചെയ്യുന്ന തരത്തിൽ വാക്ക് കൊണ്ടായാലും വസ്തുക്കൾ കൊണ്ടായാലും അവൻ റിവാർഡ് ചെയ്യപ്പെടും എന്ന് ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അപ്പോഴാണ് ഒരു റാപ്പോർട്ട്, ഒരു ബന്ധം, ഒരു പരസ്പര ബന്ധം വിദ്യാർത്ഥിയും അധ്യാപകനുമായിട്ട് രൂപപ്പെടുത്തും. ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗിവ് സ്റ്റുഡൻസ് ടൈം ടു ഫിനിഷ് ദെയർ വർക്ക് and answer questions. Be patient. ക്ഷമയുള്ളവരായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാം അധ്യാപനം തിടുക്കപ്പെട്ട് ഓരോ കാര്യങ്ങളിലേക്ക് പോവുകയല്ല. അവനാവശ്യമായ സമയവും സാവകാശവും നമ്മൾ നൽകേണ്ടതുണ്ട്. Students need to translate a question you have asked in their head to their native language, formulate an answer and then translate it back to English. This whole process can take a bit of time. So, it's important when asking questions to give students a chance to think it through rather than demanding a quick, immediate answer. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവൻ്റെ മാതൃഭാഷയിൽ ചിന്തിക്കുകയും മാതൃഭാഷയിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയും അത് പിന്നെ അവൻ്റെ ഇംഗ്ലീഷിലാണ് പറയേണ്ടതെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റി അധ്യാപകനോട് പറഞ്ഞ് കേൾപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു സമയം വന്നിട്ടുണ്ട്. അല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ നമ്മൾ നിർബന്ധിക്കരുത്. യൂസ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ലൈക്ക് think pair share will give students
the time they require to process information and answer confidently, effectively, with increasing student participation. Think, pair, share എന്ന് പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, മറ്റ് കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തുക, ദെൻ ഷെയർ ചെയ്യുക. ഇൻഡിവിജ്വൽ വർക്ക്, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ദെൻ റിപ്പോർട്ടിംഗ് എന്നതുപോലെ ഉള്ള ഒരു സ്ട്രാറ്റജി ക്ലാസ്സിൽ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. കാരണം കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളിൽ നിന്ന് മാത്രമാണ് ക്ലാസ്സിൽ പ്രതികരണം ഉണ്ടാവുക. ബാക്കിയുള്ള ഒരു ഒരു മിഡിൽ സ്റ്റേജിലുള്ള കുട്ടികൾ, അതുപോലെ അതിൻ്റെ താഴേക്കുള്ള കുട്ടികളൊക്കെ നമ്മൾ ക്ലാസ്സിലുള്ള ഒരു സജീവമായ പങ്കാളിത്തം നഷ്ടപ്പെടുക. അപ്പോൾ തിങ്ക്, പെയർ, ഷെയർ എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ കുട്ടികൾ ഓരോരുത്തരും അപ്പോൾ ഒരു ചോദ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടാസ്ക് ആണെങ്കിൽ അതിനെപ്പറ്റി അവർ ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുന്നു. ദെൻ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ 2 പേരടങ്ങുന്ന ഗ്രൂപ്പാണെങ്കിൽ ഒക്കെ 3 പേരോ 4 പേരോ ആണെങ്കിൽ ഓക്കെ ആ ഗ്രൂപ്പുമായിട്ട് ഷെയർ ചെയ്യുന്നു. പെയർ എന്ന് പറഞ്ഞാൽ ദെൻ അത് ഷെയർ ചെയ്യുന്നു, ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നു, ക്ലാസ്സിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിലുള്ള അങ്ങനെയുള്ള തിങ്ക്, പെയർ, ഷെയർ എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ കണ്ടാൽ